Good morning, students. We have completed 5 activities in Unit 2. Today, we are going to discuss about Activity 6 and Activity 7. Please take your textbook and take page number 56. The postmaster in the story said, "I wish I had the faith of the man who wrote this letter." The postmaster expressed his strong wish here. The postmaster in the story said, "I wish I had the faith of the man who wrote this letter." ലഞ്ചോയുടെ ദൈവത്തിലുള്ള ഗാഢമായ വിശ്വാസം കണ്ട് പോസ്റ്റ്മാസ്റ്റർ പറയുന്നുണ്ട്, എനിക്ക് ലഞ്ചോയെ പോലെയുള്ള ഒരു ദൈവവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദി മാൻ ഹൂ റോട്ട് ദി ലെറ്റർ. The postmaster expressed his strong wish here. Now look at the following. Suja has to do a project on the topic Rivers of India, but she can't find any books to refer to. There is no library near her house. സുജയ്ക്ക് റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. അതിന് റെഫർ ചെയ്യാനുള്ള ബുക്സ് ഒന്നും സുജയുടെ കയ്യിലില്ല. അപ്പോൾ സുജയുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. Look at how she expresses her wish. How Suja expresses her wish. I wish I had a library in my house. എൻ്റെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ. Tom always thinks of buying a bicycle, but his father says he will buy a bicycle for him only after 2 years. He felt very disappointed. ടോമിന് ഒരു സൈക്കിൾ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ടോമിൻ്റെ അച്ഛൻ 2 വർഷം കഴിഞ്ഞേ സൈക്കിൾ വാങ്ങി തരുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ടോം എങ്ങനെയാണ് ആഗ്രഹം പ്രകടിപ്പിക്കുക? ഐ വിഷ് ഐ ഹാഡ് എ ബൈസിക്കിൾ. എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ. Here Suja and Tom express their feelings using I wish. Look at the pictures below. Complete the sentences beginning with I wish. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സിന് അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ ഐ വിഷ് എന്ന് ആരംഭിച്ച് ആ സെൻറ്റൻസ് ഫില്ലാക്കുക. നിങ്ങൾ ഓരോരുത്തരും ആ പിക്ചറിനനുസരിച്ചുള്ള സെൻറ്റൻസ് എഴുതിയുണ്ടാക്കുക. Activity 7. This activity is about degrees of comparison. Anything can be written in 3 degree forms. First form, there is no comparison, just tell us about the quality. Example, bright, smart, young, etc. ഈ ആക്ടിവിറ്റി 7 പറയുന്നത് 3 ഫോംസ് ഓഫ് കമ്പാരിസൺ ആണ്. 2 അതിൽ കൂടുതലോ ഉള്ള വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും, എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്, അതാണ് ഇവിടെ 3 ഫോംസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫോമിൽ ദർ ഇസ് നോ കമ്പാരിസൺ, ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കമ്പാരിസൺ വേറെ ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ടെൽ us അബൌട്ട് ദ ക്വാളിറ്റി. ഫോർ എക്സാമ്പിൾ, bright, smart, etc. Then second form of comparison. It compares 2 things based on the quality and show which has the lesser or greater degree of quality. 2 വസ്തുക്കളുണ്ടെങ്കിൽ, 2 പേരുണ്ടെങ്കിൽ
അവരെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. അതിനെയാണ് സെക്കൻഡ് ഫോം ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, രാമു ആൻഡ് രാജു ആർ ബ്രദേഴ്സ്. രാമുവും രാജുവും സഹോദരന്മാരാണ്. രാമു ഈസ് ടോളർ ദാൻ രാജു. രാമു ഈസ് ടോളർ ദാൻ രാജു. രാമു രാജുവിനേക്കാൾ ഉയരം കൂടിയവനാണ്. അപ്പോൾ രാമു 2 പേരുള്ളതാണെങ്കിൽ 2 പേരെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അത് സെക്കൻഡ് ഫോം ഓഫ് കമ്പാരിസൺ. 2 പേരുണ്ടാവും. സെക്കൻഡ് ഫോമിൽ 2 പേരുണ്ടാവും. 2 പേരെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടോളർ, യങ്ങർ, അതൊക്കെ സെക്കൻഡ് ഫോം ഓഫ് കമ്പാരിസണാണ്. അവിടെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ 2 പേരെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് സെക്കൻഡ് ഫോം ഉപയോഗിക്കുന്നത്. Another example is Minnie and Sini are bright students. Minnie is brighter than Sini. Then third form of comparison is known as superlative degree. Superlative degree. Here more than 2 things are compared, and which has the least or greatest degree of quality is mentioned. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ മോർ ദാൻ 2 തിങ്സ് ആർ കമ്പയർഡ്. 2ൽ കൂടുതൽ കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. എക്സാമ്പിൾ, രാമു, രാജു ആൻഡ് രവി ആർ ഫ്രണ്ട്സ്. ദർ ആർ 3 friends, 3 members. Ramu, Raju and Ravi are friends. രാമു ഈസ് ദി ടോളസ്റ്റ്. അവരിൽ ഈ 3 പേരിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയത് ആരാണ്? രാമു ഈസ് ദി ടോളസ്റ്റ്. സോ എനിത്തിങ് ക്യാൻ ബി റിട്ടൺ ഇൻ 3 degree ഫോംസ്: സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്, ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്, ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്, etc. Let's go back to our activity. Look at the following sentences. Lanjo went to the post office earlier than usual. The word early has 2 other degrees: earlier and earliest. The second form is earlier and the third form is earliest. Earliest is known as the superlative degree. Early is the first form, earlier is the second form, and earliest is the third form or superlative degree. Look at the pictures given below and fill in the blanks. Young, younger, youngest. Young is the first form of comparison, younger second form, and youngest the third form. Then in the second example, the second form is given for us. Fill the first and third form of comparisons. Then slower. Slower is the second form. So the first form is slow. Slow, slower, and third form slowest. Then the third form is given to us, that is tallest. So we have to find out the first and second form. Tallest. First form is tall. Second form is taller. So young, younger, youngest, slow, slower, slowest, and tall, taller, tallest. Look at the vehicles shown in the pictures and compare them using the words in the box. One is done for you. ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സിന് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിച്ച് ഈ 2 പിക്ചേഴ്സിനെ കമ്പയർ ചെയ്യണം. Comparing words are given for you: bigger,
more expensive, faster, heavier, lighter, slower, smaller. A car is more expensive than an auto rickshaw. A car is more expensive than an auto rickshaw. ഒരു കാറാണ് ഓട്ടോറിക്ഷയേക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്, ചെലവ് കൂടിയത്. Then we can write a car is faster than an auto rickshaw. Car is faster than, കൂടുതൽ വേഗത്തിൽ, ഓട്ടോറിക്ഷയേക്കാൾ കൂടുതൽ വേഗത്തിൽ പോകുന്നത് ഏതാണ്? കാറാണ്. Likewise, you write the other things also. Dear students, please do these activities. Thank you.